ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വീശിയടിക്കുന്ന അടിയൊഴുക്കുകളും വോട്ട് വൈബ് സർവേ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന കണക്കുകളും വിശകലനം ചെയ്യുമ്പോൾ ഒന്നുറപ്പിക്കാം, BJP കോട്ടയിൽ കാവ്യ രാഷ്ട്രീയത്തിന് സമ്പൂർണ്ണ പതനം സംഭവിക്കാൻ പോകുന്നു. യോഗി ആദിത്യനാഥിന്റെ ഉറക്കം കെടുത്തുന്ന ലക്നൌവിലെ അധികാര കേന്ദ്രങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന വോട്ട് വൈബ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. യോഗിക്കും BJPക്കും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന UPയിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്ത്യ മുന്നണിയും BJP സഖ്യവും കേവലം 0.1% വ്യത്യാസത്തിൽ ഒപ്പത്തിനൊപ്പം പോരാടുന്നു. ഇന്ത്യ മുന്നണി 41.2% കുതിച്ചുയരുമ്പോൾ BJP മുന്നണി 41.1% താഴുന്നു. BSP 4.4% നിൽക്കുന്നു. 6 മാസം മുൻപ് വരെ BJPക്ക് യാതൊരു വെല്ലുവിളിയും ഇല്ലെന്ന് കരുതിയ ഒരു സംസ്ഥാനമാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സഖ്യം ഇത്രയും ശക്തമായ മുന്നേറ്റം നടത്തുന്നത്. മായാവതിയുടെ BSP കൂടി ഈ സഖ്യത്തിന്റെ ഭാഗമാവുകയോ വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ UPയിൽ ഇന്ത്യ മുന്നണി 44%-ലധികം വോട്ട് വിഹിതത്തോടെ അധികാരം പിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 42% ആളുകൾ യോഗിയുടെ പേര് പറയുമ്പോഴും തൊട്ടുമുന്നിൽ 38% പിന്തുണയോടെ അഖിലേഷ് യാദവ് കുതിച്ചെത്തുന്നുണ്ട്. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വൻ ജനപിന്തുണയാണ് അഖിലേഷിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ജെൻസി അഥവാ വിദ്യാർത്ഥികളും യുവാക്കളും തന്നെയാണ്. ഈ സർവേ പ്രകാരം UPയിലെ 55%-ലധികവും യുവാക്കളും നിലനിൽക്കുന്നത് അഖിലേഷ് യാദവിനൊപ്പമാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾ BJPയെ ഇത്രത്തോളം വെറുക്കുന്നത്? BJP ഭരിക്കുന്ന UPയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്ന പരീക്ഷാ പേപ്പർ ചോർച്ചകളും തൊഴിലില്ലായ്മയുമാണ് ഇതിന് പ്രധാന കാരണം. കോക്രോച്ച് ജനതാ പാർട്ടിയും വിവിധ വിദ്യാർത്ഥി സംഘടനകളും രാജ്യമൊട്ടാകെ നടത്തുന്ന BJP വിരുദ്ധ പ്രക്ഷോഭങ്ങൾ UPയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം മക്കളുടെ ഭാവി അപകടത്തിലാക്കുന്ന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ രക്ഷിതാക്കളും അണിനിരക്കുകയാണ്. 50 വയസ്സിന് മുകളിലുള്ള മുതിർന്ന വോട്ടർമാർ പോലും ഇപ്പോൾ BJPയെ കൈവിട്ട് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുകയാണ്. തൊഴിൽ ലഭിക്കാതെയും പരീക്ഷകൾ റദ്ദാക്കപ്പെട്ടും 20ഓളം വിദ്യാർത്ഥികളാണ് UPയിൽ ജീവനൊടുക്കിയത്. ഈ ഭരണകൂടത്തിന്റെ വീഴ്ച നിർദ്ദയം കവർന്നെടുത്തത് നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളെയാണ്. എന്നാൽ ഈ വോട്ട് സർവേയുടെ കണക്കുകൾക്കും അപ്പുറത്താണ് BJPയെയും യോഗി ആദിത്യനാഥിനെയും വിറപ്പിക്കുന്ന യഥാർത്ഥ ദുരന്തം. അത് അയോധ്യയിൽ നടന്ന വൻ അഴിമതിയും കൊള്ളയുമാണ്. BJP തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായും അഭിമാനമായും ഉയർത്തിക്കാട്ടിയ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലും ഭൂമി ഇടപാടുകളിലും നടന്നിരിക്കുന്ന കോടാനുകോടികളുടെ തട്ടിപ്പ് ഭക്തജനങ്ങളെയും ഹൈന്ദവ സമൂഹത്തെയും ഒരുപോലെ രോഷാകുലരാക്കിയിരിക്കുകയാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റും പ്രാദേശിക BJP നേതാക്കളും ചേർന്ന് നടത്തിയ ഭൂമി കുംഭകോണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കേവലം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഭൂമിയുടെ വില കോടികളായി വർദ്ധിപ്പിച്ച് ട്രസ്റ്റിന്റെ പണം തട്ടിയെടുത്തു എന്നതാണ് ഇതിൽ പ്രധാനം. 2021 പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കേവലം 2 കോടി രൂപയ്ക്ക് ചില വ്യക്തികൾ വാങ്ങിയ ഭൂമി വെറും 5 മിനിറ്റിനുള്ളിൽ രാമക്ഷേത്ര ട്രസ്റ്റ് വാങ്ങിയത് 18.5 കോടി രൂപയ്ക്കാണ്. ഇതിൽ ഒപ്പിട്ട സാക്ഷികളിൽ അയോധ്യയിലെ BJP മേയറും ട്രസ്റ്റിന്റെ പ്രമുഖ ഭാരവാഹികളും ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, SC/ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി നിയമവിരുദ്ധമായി തട്ടിയെടുക്കൽ, അയോധ്യയിലെ മാസ്റ്റർ പ്ലാൻ നിലവിൽ വന്നതോടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് നടത്തിയ വഴിവിട്ട നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം തെളിവുകൾ സഹിതം പുറത്തു വന്നു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ അയൽ ഗ്രാമങ്ങളിലെ കൃഷിഭൂമികൾ തുച്ഛമായ വിലയ്ക്ക് കൈക്കലാക്കി പിന്നീട് സർക്കാരിനും ട്രസ്റ്റിനും മറിച്ചു വിറ്റ് കോടികളുടെ ലാഭമാണ് ചിലർ ഉണ്ടാക്കിയത്. സംഘപരിവാറും അവർ നിർമ്മിച്ച ഭാരവാഹികളും ഭരിക്കുന്ന ഒരു ട്രസ്റ്റിൽ അവരുടെ അറിവില്ലാത്ത ഇത്തരം ഒരു കൊള്ള നടക്കില്ലെന്ന് വ്യക്തമാണ്. ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെയും ജനങ്ങൾ നൽകിയ സംഭാവനകളെയും ഇത്രത്തോളം നിഷ്കരുണം ചൂഷണം ചെയ്ത മറ്റൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അയോധ്യയിലെ സാധാരണക്കാരായ ജനങ്ങളും ഭക്തരും ഈ വഞ്ചന തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സംഘപരിവാറും അവരുടെ ട്രസ്റ്റും നിയന്ത്രിക്കുന്ന അയോധ്യയിൽ അവരുടെ അറിവില്ലാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നിരിക്കെ ജനങ്ങളുടെ വിശ്വാസത്തെയും പണത്തെയും വഞ്ചിച്ച് നടത്തിയ ഈ കൊള്ളയിൽ BJPക്കോ യോഗി ആദിത്യനാഥിനോ കൈയൊഴിയാൻ കഴിയില്ല.
പ്രാദേശിക അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ അയോധ്യയിലെ ഭൂമി കുംഭകോണത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വാർത്തകൾ പുറത്തുവിട്ടു കഴിഞ്ഞു. ഈ അയോധ്യ കൊള്ള BJPയുടെ ചെകിട്ടത്തടിക്കുന്ന പ്രഹരമായി മാറും. ഇതിന് സമാനമായ ഒരു രാഷ്ട്രീയ മാറ്റം നാം മുൻപ് കേരളത്തിലും കണ്ടതാണ്. ശബരിമലയിലെ ഭക്തജന വിഹാരത്തെയും ക്ഷേത്ര സ്വത്തുക്കളെയും 10 വർഷത്തെ CPIM ഭരണത്തെയും പിണറായി വിജയനെയും ജനങ്ങൾ എപ്രകാരമാണോ തൂത്തെറിഞ്ഞത് അതേപോലെ ഒരു പ്രഹരമായിരിക്കും UPയിൽ BJPക്കും യോഗിക്കും ലഭിക്കാൻ പോകുന്നത്. 2019 ക്ഷേത്രത്തിലെ സ്വർണ്ണ പൂശിയ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയപ്പോൾ ഏകദേശം 4.5 കിലോഗ്രാം സ്വർണം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇളക്കി മാറ്റി കടത്തിയതായി ദേവസ്വം വിജിലൻസും ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക കമ്മീഷണറും കണ്ടെത്തി. രേഖകളിൽ ഇവ വെറും ചെമ്പ് അല്ലെങ്കിൽ പിച്ചള പാളികൾ എന്ന് തിരുത്തി എഴുതിയതാണ് തട്ടിപ്പ് നടത്തിയത്. ഈ വൻ കൊള്ള മറച്ചുവെക്കാൻ വേണ്ടി 2025 ഹൈക്കോടതിയുടെ അനുമതി പോലും ഇല്ലാതെ ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വിഗ്രഹഭാഗങ്ങൾ വീണ്ടും സ്വർണം പൂശാനെന്ന വ്യാജേന കടത്തിയതാണ്. ഗൂഢാലോചന പൂർണ്ണമായും പുറത്തായത് ശബരിമലയിലെ വികാരം കേരളത്തിൽ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കിയെങ്കിൽ അയോധ്യയിലെ കൊള്ള UPയിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് വിരാമമിടും. കനത്ത ജനവികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചപ്പോൾ CPMന്റെ ഉറച്ച കോട്ടകൾ പലതും തകർന്നു വീണു. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലും തെക്കൻ മധ്യ കേരളത്തിലും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും പരമ്പരാഗതമായി LDFന് വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ കൂട്ടത്തോടെ പ്രതിപക്ഷത്തേക്ക് മാറി. അതുതന്നെ ഇവിടെയും സംഭവിക്കും. യുവാക്കളുടെ ശക്തമായ പ്രക്ഷോഭവും അയോധ്യയിലെ വിശ്വാസവഞ്ചനയും ഒന്നിച്ചു ചേരുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് മാത്രമല്ല UPയിൽ ഒരു വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് വഴി തുറക്കുകയും ചെയ്യും. ജനങ്ങളുടെ പ്രതിഷേധാഗ്നിയിൽ യോഗി സർക്കാരിന്റെ പതനം ആസന്നമായിരിക്കുകയാണ്.